കണ്ടാ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ചീസ്. ഹലോ ഗൈസ്, വെൽക്കം ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ കിടുക്കാച്ചി സ്ലൈസ് ചീസാണ്. അത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മിനി വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുക. ഞാൻ അതിനു വേണ്ടി മിൽമയുടെ 2 പാക്കറ്റ് പാലെടുത്തുള്ളത് 1 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ അത് ചെറിയ ചൂടിലൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പനീർ പിരിഞ്ഞു വരും. അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഊറ്റി മാറ്റുക. അപ്പോൾ നമുക്ക് പനീർ വേറെ കിട്ടും, ആ വെള്ളം വേറെ ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പനീർ എടുത്തതിന് ശേഷം അത് ഈ വെള്ളവും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രീം പരുവത്തിലായി കിട്ടും. ഇനി ഇത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഫുള്ളായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ വാം വാട്ടർ ഉണ്ടല്ലോ, ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പിടാം. ഞാൻ ഇവിടെ ഉപ്പിടുന്നില്ല. അതിൽ ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ഇടാം. ഇതൊന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നോർമലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ലൈസ് ചീസ് ഇത് നന്നായി അടിച്ചെടുക്കുക. നല്ല ക്രീം ചീസ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീം ചീസ് എന്തെങ്കിലും സാൻഡ്വിച്ചിൽ വെച്ച് തേക്കാം. അതുപോലെ അങ്ങനെ ഉപയോഗിക്കേണ്ടവർ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അല്പം ചൈന ഗ്രാസ് വാം വാട്ടർ, ചൂടുള്ള വാം വാട്ടർ ഇട്ടിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ഇതിൻ്റെ മിൽട്ടായി വരും. എന്നതിന് ശേഷം അപ്പോൾ അടിച്ചു വെച്ച പനീർ, ക്രീം ചീസായി കിട്ടിയ പനീർ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് വീണ്ടും ആ വെള്ളം തന്നെ തിരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായി ഉടച്ചെടുക്കുക. നന്നായി ക്രീം മിക്സ് ചെയ്തെടുക്കുക ഈ വെള്ളത്തിൽ. എന്നതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യമുള്ളവർക്ക് അല്പം ഉപ്പ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഒരു മഞ്ഞപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ക്രീം ചീസൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പാക്കറ്റിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറുമായി കിടക്കുന്നുണ്ടല്ലോ, അതൊന്നുപോലെ കളർ കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ വല്ല മഞ്ഞപ്പൊടി ഇട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓർഗാനിക് സ്റ്റൈലിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ കലക്കി വരട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ട്രൈയിലേക്ക് അല്പം ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് ഇനി ആ സെറ്റാക്കി എടുത്തിട്ടുള്ള ക്രീം ചീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതങ്ങനെ ഒരു അരമണിക്കൂർ തണുക്കാൻ വെക്കാം. ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചാൽ മതി. ആവശ്യമുള്ളവർ ഫ്രിഡ്ജിൽ വെക്കാം. അതൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് സെറ്റായി കിട്ടും. അരമണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി ക്രീം ചീസ് കൊണ്ടുള്ള ഈ സ്ലൈസ് ചീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മായം കലർന്ന ഭക്ഷണങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ ഇതുപോലെ കടയിൽ നിന്ന് 2 പാക്കറ്റ് പാല് മേടിച്ചാൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതൊക്കെ എന്താണെന്ന് ആർക്കറിയാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. ലേശം ബുദ്ധിമുട്ടണം, എങ്കിലും കൂടിയിട്ട് നല്ലത് കഴിക്കാമല്ലോ നമ്മുടെ കുട്ടികൾക്ക്. മാഷാ അല്ലാഹ്. അപ്പോൾ കട്ട് ചെയ്തപ്പോഴൊക്കെ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോന്നിടത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല അടിപൊളി സ്ലൈസ് ചീസ് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അബു ഷൈമ കിച്ചൻ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ ഇത് സ്ലൈസ് ചീസ് സാൻഡ്വിച്ച് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തേക്കാം, സ്കൂൾക്ക് കൊടുത്തേക്കാം. വെറുതെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വെറുതെ അസുഖങ്ങളൊന്നും വരുത്തരുത്. ഇതുപോലെ 2 പാക്കറ്റ് പാല് മേടിച്ചാൽ ഉഷാറായി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ ഇത് ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദിവസങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്.